തിരുവചനം തിരുവചനം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, 27 സങ്കീർത്തനം 14 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ക്രൈസ്തവ ജീവിതം ഒരു കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. ഭൂമിയിൽ എവിടെ നോക്കിയാലും ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ചൈതന്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ബിരുദം ലഭിക്കണമെങ്കിൽ നീണ്ട വർഷത്തെ പഠനവും കാത്തിരിപ്പും ആവശ്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ നീണ്ട 9 മാസക്കാലത്തെ കാത്തിരിപ്പ് ആവശ്യമാണ്. അദൃശ്യമായ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വിഷമമേറിയതാണെങ്കിലും ദൈവകൃപകൾ ലഭിക്കണമെങ്കിൽ, ദൈവാനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ നാം കാത്തിരിക്കണം എന്ന് വചനങ്ങളുടെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ അനേകരുടെ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 49 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കർത്താവിൻ്റെ ഈ കൽപ്പന സ്വീകരിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരാണ് അഭിഷേകം പ്രാപിച്ചവരായി മാറിയത്. പുതിയൊരു പന്തക്കുസ്ത അനുഭവം നൽകിക്കൊണ്ട് കർത്താവ് അവരുടെ കാത്തിരിപ്പിന് അല്ലെങ്കിൽ അവരുടെ അനുസരണത്തിന് ഒരു ഫലം നൽകി അനുഗ്രഹിക്കുകയാണ്. നഗരത്തിൽ വസിച്ച ശിഷ്യന്മാർ അഭിഷേകം പ്രാപിച്ചു, ശക്തി സംഭരിച്ചു, കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരായിട്ട് മാറുകയാണ്. ഇപ്രകാരം നോക്കിയാൽ കർത്താവിൻ്റെ സമയത്തിനായിട്ട്, കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുന്ന കാലം വെറുതെ അല്ല എന്ന് അനേകരുടെ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മോശയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, പൊത്തിഫറിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ട് വളർന്ന മോശ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഭയപ്പെട്ട് രാജകൊട്ടാരവും ഉറ്റവരെയും ഉടയവരെയെല്ലാം ഉപേക്ഷിച്ച് മോശ ഓടിപ്പോവുകയാണ് മണലാരണ്യത്തിലേക്ക്. നീണ്ട വർഷങ്ങൾ മണലാരണ്യത്തിൽ, മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് മോശ ജീവിക്കുകയാണ്. മണലാരണ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പച്ചപ്പുമില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു പ്രത്യാശയുമില്ലാത്ത, ജീവൻ്റെ തുടിപ്പുകളില്ലാത്ത ഒരു സാഹചര്യമാണ് മണലാരണ്യം എന്ന് പറയുമ്പോൾ. എന്നാൽ ഈ മരുഭൂമി അനുഭവം മോശയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരുക്കത്തിനുള്ള കാലഘട്ടമായിരുന്നു. ജീവിതത്തിലെ കഠിനതകളിലൂടെയും കഷ്ടതകളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെയെല്ലാം നടന്നു നീങ്ങുവാൻ ഈ മരുഭൂമി അനുഭവം മോശയെ പഠിപ്പിച്ചു. നമുക്കറിയാം, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹത്തെ മരുഭൂമിയിലൂടെ നയിക്കുവാനുള്ള വലിയ പരിശീലനം ഈ ഒരു കാലഘട്ടത്തിൽ മോശയ്ക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ മരുഭൂമിയിലെ മോശയുടെ ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം പിന്നീടുള്ള കാലഘട്ടത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവഹിതം നിറവേറലിൻ്റെയും ഒരു പടിയായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അവസരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ചിത്രശലഭത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ ചിത്രശലഭമായി മാറുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ചെറിയ ആ കൂടിനുള്ളിൽ അത് വളർച്ച പ്രാപിക്കുമ്പോൾ അതിന് ആ കൂടിനുള്ള ഒരു ചെറിയ സുഷിരത്തിലൂടെ പുറത്തേക്ക് വരുവാനായിട്ട് ദിവസങ്ങളത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതതിൻ്റെ ഒരു കാലഘട്ടമാണ്, ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. ഒരു ചെറിയ പുഴു ചിത്രശലഭമായിട്ട് പരിണമിപ്പിക്കാനുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ കൂട് നമ്മൾ പൊട്ടിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പുഴു ചിത്രശലഭമായി പരിണമിക്കാതെ, വളർച്ച പ്രാപിക്കാതെ അതവിടെ ചത്തു വീഴും എന്ന്. മറിച്ച് ഈ ചെറിയ ദ്വാരത്തിലൂടെ ഈ പുഴു പുറത്തേക്ക് വരുവാനായിട്ടുള്ള പരിശ്രമത്തിൽ അതിൻ്റെ ശരീരത്തിലുള്ള രക്തവും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളിലും അതിൻ്റെ കുഞ്ഞി ചിറകുകളിലേക്ക് ഒഴുകിയെത്തി അതിൻ്റെ ചിറകുകൾ മനോഹരമായി പറക്കുവാൻ തക്ക രീതിയിൽ ആരോഗ്യവും ബലവും പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഈ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന ചിത്രശലഭം പുറത്തു വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് അത് അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ എപ്രകാരം നോക്കിയാലും
കാത്തിരിപ്പിൻ്റെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ്. കാത്തിരിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ മനോഹരമായി തീരുകയാണ്. കഷ്ടതകൾ വരുമ്പോൾ ഈ കാത്തിരിപ്പ് അർത്ഥശൂന്യമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ കഷ്ടതകൾ ദൈവ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ ദൈവോന്മുഖമാക്കി തീർക്കും എന്ന് ഈ ജീവിതാനുഭവങ്ങളും ഈ ഉപമയും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. കഷ്ടതയിൽ മനസ്സ് പതറാതെ നമ്മൾ പിടിച്ചു നിൽക്കുകയും വിശ്വസ്തയോടെ കാത്തിരിപ്പ് തുടരുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ കാത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് തക്ക സമയത്ത് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ മഹത്തായ ശ്രേഷ്ഠത പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പൂർവ്വ യൗസേപ്പ് സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു. തൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, പിതാവ് ചങ്കോട് ചേർത്ത് നിർത്തിയവൻ, വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വർഗീയ സ്വപ്നങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ദൈവം കരുണ കാണിച്ച വ്യക്തി. എങ്കിലും സഹോദരന്മാരുടെ അസൂയ മൂലം പൂർവ്വ യൗസേപ്പിൻ്റെ പിന്നീടുള്ള ജീവിതങ്ങളൊക്കെ വളരെ ദുഷ്കരമായി തീരുകയാണ്. പൊട്ടക്കിണറിൽ എറിയപ്പെട്ട പൂർവ്വ യൗസേപ്പ് അവിടെ നിന്നും വീണ്ടും സഹോദരന്മാരാൽ പൊക്കിയെടുക്കപ്പെട്ട് മിദിയാൻകാർക്ക് വെറും 20 വെള്ളി നാണയങ്ങൾക്ക് വിൽക്കപ്പെടുകയാണ്. ഇങ്ങനെ അടിമയായിട്ട് മിദിയാൻകാരുടെ കൂടെ പോയ അല്ലെങ്കിൽ നടന്നു നീങ്ങിയ ഈ പൂർവ്വ യൗസേപ്പ് അവസാനം പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്നെത്തുകയാണ്. ഇന്നലകളിൽ തനിക്കുണ്ടായ വീഴ്ചകളോ സഹനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപേക്ഷിക്കലുകളോ ഒന്നും ഹൃദയത്തിൽ നീരസവും വെറുപ്പുമായി സൂക്ഷിക്കാതെ ദൈവിക പദ്ധതിയോട് സഹകരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് കാത്തിരുന്ന പൂർവ്വ യൗസേപ്പിനെ നമ്മളിവിടെയൊക്കെ കാണുന്നത്. ആരോടും ഒരു പരിഭവവും പരാതിയും പറയാതെ ചെന്ന സാഹചര്യത്തിൽ, ജീവിച്ച സാഹചര്യത്തിൽ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്ത് നീങ്ങിയ പൂർവ്വ യൗസേപ്പ് പൊത്തിഫറിൻ്റെ വീട്ടിൽ വെച്ച് വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് ജോസഫ് തടവറയിൽ അടയ്ക്കപ്പെടുകയാണ്. ഈ തടവറയിൽ കടന്ന കാലഘട്ടത്തിൽ പോലും യൗസേപ്പ് ആരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെയും വിശ്വസ്തയോടെ വ്യാപരിച്ചു. അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് തടവറയിലുള്ള ജീവിതത്തിനിടയിലാണ് അദ്ദേഹം പാനപാത്രവാഹകനെയും അതുപോലെ പാചകക്കാരനെയും കണ്ടുമുട്ടുന്നത്. രാജാവിൻ്റെ പാനപാത്രവാഹകനും ഈ പാചകക്കാരനും ഉണ്ടായ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് ജോസഫ് നൽകുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വപ്നങ്ങളുടെ മനുഷ്യനായ ജോസഫ് ചെറുപ്പകാലങ്ങളിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ സ്വീകരിച്ച ജോസഫ് ഈ കാലഘട്ടത്തിൽ തനിക്കായിട്ട് ഒരു സ്വപ്നവും ലഭിച്ചതായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ പാനപാത്രവാഹകനും പാചകക്കാരനും ഉണ്ടായ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കുവാൻ ദൈവം കൃപ നൽകുകയാണ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് ലഭിച്ച ഈ പാനപാത്രവാഹകൻ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, എന്നെയും നീ ഓർക്കണമേ. പക്ഷെ വചനം പറയുന്നു, പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു കളഞ്ഞു. അതിൻ്റെ പരിണത ഫലമായിട്ട് വീണ്ടും നീണ്ട വർഷങ്ങൾ തടവറയിൽ ജീവിക്കുന്ന ജോസഫ് അവസാനം ഒരു സ്വപ്നം വ്യാഖ്യാനിക്കേണ്ട സമയമായപ്പോൾ, അതായത് തക്ക സമയത്ത്, കാത്തിരുന്ന ജോസഫിൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് കർത്താവ് ഇടപെടുകയാണ്. അങ്ങനെ ജോസഫ് പുറത്തു വരികയും വലിയ ഉത്തരവാദിത്തങ്ങളുടെ മനുഷ്യനായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ തന്നെ മുഴുവൻ ഭരണാധികാരിയായിട്ട് ജോസഫ് ഉയർത്തപ്പെടുകയാണ്. ഒരു കാത്തിരിപ്പിൻ്റെ ഉത്തരം ജോസഫിന് ലഭിക്കുകയാണ്. ജോസഫ് ജ്യേഷ്ഠന്മാരെ കുറ്റപ്പെടുത്തിയില്ല, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയില്ല. നമുക്കറിയാം, പിന്നീടുള്ള കാലഘട്ടത്തിൽ സഹോദരന്മാർ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുവാൻ തൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ പോലും ജോസഫ് പറഞ്ഞൊരു വാക്യം ഇതാണ്, എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചു. പ്രിയമുള്ളവരെ, ഒരു ഉണ്ടാകേണ്ട വലിയൊരു ബോധ്യമാണ് ജോസഫ് അവിടെ തൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തടവറയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ കഠിനമായ അച്ചടക്കത്തിൻ്റെ ഭാഗമായി മാറി. അതിലൂടെ ജോസഫ് ഒരു പടി കൂടി ദൈവോന്മുഖനായിട്ട് മാറുകയാണ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തെ തൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം
ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പള്ളിക്കൂടമായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാമും കാത്തിരിപ്പിൻ്റെ മനുഷ്യരായി മാറണം. ജീവിതം മുഴുവൻ കാത്തിരിപ്പിൻ്റേതാകണം. കാരണം ദൈവത്തിൻ്റെ കാലതാമസം നിഷേധാത്മകമല്ല, മറിച്ച് വെട്ടിയൊരുക്കലിൻ്റെ കാലഘട്ടമാണ്. അനീതിയായി വിധിക്കപ്പെട്ട ജോസഫ് വിശ്വസ്തതയിൽ ജീവിച്ചു. സ്വപ്നങ്ങൾ ചാരക്കൂമ്പാരമായപ്പോഴും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനേകരുണ്ട് ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ ജീവിതം ജീവിച്ച് സ്വർഗീയ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയവർ, വിശുദ്ധിയുടെ അഭിഷേകം ചൂടിയവർ. അങ്ങനെ ഒരു വിശുദ്ധിയുടെ മകുടം ചൂടിയ വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക. നമുക്കറിയാം, വിശുദ്ധ മോനിക്ക നീണ്ട വർഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിപ്പിൻ്റെ ജീവിതം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോകുവാൻ നീണ്ട 30-ലേറെ വർഷങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച അമ്മയെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പ്രിയപുത്രനും അതോടൊപ്പം തന്നെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച മോനിക്കയും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി അൾത്താരയിൽ ഇന്ന് വണങ്ങപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവരുടെ കാത്തിരിപ്പിന്, അല്ലെങ്കിൽ മോനിക്കായുടെ കാത്തിരിപ്പിന് ഉത്തരം കിട്ടി എന്ന് തന്നെയാണ് നമ്മെ അത് പഠിപ്പിക്കുന്നത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും അവഗണനയും അടിമത്തവും കുറ്റം വിധിക്കലും തടവറയും സ്വീകരിച്ചിട്ടും വിശ്വസിച്ച് കാത്തിരുന്ന് സ്വപ്നങ്ങൾ സ്വന്തമാക്കിയ നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരങ്ങളുടെ ഒരു ജീവിതം, അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠ സഹോദരങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ജീവിതം സ്വന്തമാക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ സ്വപ്നങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കാൻ കാത്തിരിപ്പ് ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടുത്തെ സമയത്തിനായി നാം കാത്തിരിക്കണം. കുടുംബാംഗങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ, ജോലി ലഭിക്കുവാൻ, സ്ഥലവിൽപ്പന നടക്കുവാൻ, നല്ലൊരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ, ആരുടെയെങ്കിലുമൊക്കെ മാനസാന്തരം സംഭവിക്കുവാൻ എല്ലാത്തിനും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു, വാക്ക് പാലിച്ചില്ല എങ്കിലും ജോസഫ് കാത്തിരുന്നത് പോലെ മനുഷ്യർ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ചിലപ്പോഴെങ്കിലും മറന്നു പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ജീവിത പങ്കാളി നൽകിയ വാഗ്ദാനം മറന്നു പോയിട്ടുണ്ടാവാം. ഉറ്റവർ നൽകിയ വാഗ്ദാനങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. എങ്കിലും നമുക്ക് കാത്തിരിക്കാൻ സാധിക്കണം. നമ്മുടെ കാത്തിരിപ്പിന് ഉത്തരം നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും, ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാനായിട്ട് നമുക്ക് കാത്തിരിപ്പ് നടത്തുവാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെ സത്യസന്ധത ആരും അറിഞ്ഞില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാവാം. നമുക്ക് നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിലോ എന്നൊരു ചിന്തയുണ്ടാവാം. ജോലി കിട്ടിയില്ലെങ്കിലോ എന്നൊരു ചിന്തയുണ്ടാവാം. ഇങ്ങനെ അരുതുകളുടെ അനേക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോഴും കാത്തിരിപ്പിൻ്റെ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കതിരുകൾ കത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരൊക്കെ നമ്മളെ ചതിച്ചാലും വഞ്ചിച്ചാലും ഒറ്റിക്കൊടുത്താലും തടവറയിൽ കൊണ്ടിട്ടാലും ഒന്നോർക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മോടൊപ്പം നടക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മെ നിറവേറ്റുവാൻ അവിടുന്ന് കാലതാമസം വരുത്തുകയില്ല. അവിടുന്ന് തക്ക സമയത്ത് ഇടപെടും. നമ്മുടെ കടികാരത്തേക്കാൾ ദൈവത്തിൻ്റെ സമയം, അല്ലെങ്കിൽ ദൈവം വലിയവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കണം. അവൻ്റെ സമയം പിന്നിലല്ല. കടലിലും അവൻ കാൽപ്പാടുകൾ ഉറപ്പിക്കുന്നവനാ. നിൻ്റെ എല്ലാ അസാധ്യതകളുടെയും മേൽ വിജയം വരിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണല്ലോ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് മുറുകെ പിടിക്കാം. സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം 12-ാം തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ ശരണം വയ്ക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, കാത്തിരിപ്പിൻ്റെ മനുഷ്യരായി തീരുവാൻ ഈ വചനഭാഗങ്ങൾ നമുക്ക് കരുത്തേകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ നടന്നുപോയ അനേകരുടെ ജീവിതങ്ങൾ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ കാത്തിരിപ്പിൻ്റെ മനുഷ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ കാത്തിരുന്നത് പോലെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് കാത്തിരുന്നത് പോലെ, പൂർവ്വ യൗസേപ്പ് കാത്തിരുന്നത് പോലെ, ശിഷ്യന്മാർ സെഹിയോൻ മാളികയിൽ കാത്തിരുന്നത് പോലെ, ദൈവിക പദ്ധതികളും ദൈവിക വാഗ്ദാനങ്ങളും
ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ തക്ക രീതിയിൽ ഞങ്ങളെയും കാത്തിരിപ്പിൻ്റെ മനുഷ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.